ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ അതിൻ്റെ തുടക്കവാക്യം അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിനെയാ. പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് ചെയ്ത ഒരു കാര്യമല്ല, തൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതും ഉദ്ദേശ്യപൂർണവുമായ ഒരു പരിശീലനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിരാവിലെ പ്രത്യേകിച്ച് പ്രധാന തീരുമാനങ്ങൾക്കോ ശുശ്രൂഷകൾക്കോ ഒക്കെ മുമ്പായിട്ട് പിതാവായ ദൈവവുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സമയമായിരുന്നു അത്. പലപ്പോഴും രാത്രി മുഴുവൻ നീണ്ട പ്രാർത്ഥന യേശു കർത്താവ് ചെയ്തതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാർക്കും ഭാവി വിശ്വാസികൾക്കും ശക്തി ലഭിക്കുന്നതിനും ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ തിരുവചന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. തിരക്കേറിയ ശുശ്രൂഷ സമയങ്ങളിൽ പോലും യേശു പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി വിജനമായ ഏകാന്തമായ സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്വയറ്റ് പ്ലേസ് പ്രാർത്ഥനയ്ക്ക് നല്ലതാണ്. ആ കർത്താവ് അത് മാതൃക കാണിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവഹിതവുമായി തൻ്റെ പ്രവൃത്തികളെ പൊരുത്തപ്പെടുത്താൻ പിതാവിനോട് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് മുൻഗണന നൽകിയത്. നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. യേശു സ്നാനമേറ്റ് കയറുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ്, അവിടെ സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് ലൂക്കോസ് 3:21 കാണുന്നുണ്ടത്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 6:12 കർത്താവ് പ്രാർത്ഥിച്ച കാര്യം ചെയ്യുന്നത്. അയ്യോ, യേശു കർത്താവ് ദൈവമായവൻ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ കാര്യങ്ങൾക്കൊക്കെ അവനങ്ങ് ചെയ്താൽ പോരെ. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രാർത്ഥനയൊന്നും വേണ്ട, നമ്മൾ അതൊക്കെ അങ്ങ് ചെയ്യും. പിന്നെ ആകെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാറുള്ളത്, അല്ലേ? അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ അങ്ങ് പോകാറുണ്ട്. യേശു കർത്താവിന് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നു. നോക്കി, അവന് ശിഷ്യന്മാരിൽ ചിലരെ കൂടെ പ്രാർത്ഥിക്കാനായി മലയിൽ കയറിപ്പോയപ്പോഴാണ് മറുരൂപമലയുടെ അനുഭവം, ആ രൂപാന്തരീകരണം ഉണ്ടായത്. ലൂക്കോസ് 9:28 നമ്മൾ വായിക്കുന്നത്. ഗെത്സമനയിലെ പ്രാർത്ഥന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും വലിയ ദൗത്യം, താൻ വന്നതിൻ്റെ പരമമായ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ലൂക്കോസ് 22:41-44 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം. കർത്താവ് പ്രാർത്ഥിക്കുകയും അനന്തരഫലമായി അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായതും നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇപ്പൊ പ്രാർത്ഥനയ്ക്കെല്ലാം റിസൾട്ട് ഉണ്ട്. യോഹന്നാൻ 17 ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ, മഹാപുരോഹിത പ്രാർത്ഥന, തൻ്റെ പിതാവുമായുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നതാണല്ലോ. ചുരുക്കത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കുമൊപ്പം തീവ്രവും ഏകാഗ്രവുമായ പ്രാർത്ഥന യേശുവിനുണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പരിശോധിക്കണം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുണ്ടെന്നുള്ളത്, പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അത് തീർന്നിടം വരെ ശിഷ്യന്മാരെ കാത്തിരുന്നേച്ച് തൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ പ്രാർത്ഥനയുടെ ആവശ്യകത ശരിക്കും അവർ മനസ്സിലാക്കി. ആ ഭാരമുണ്ടായതുകൊണ്ട് അവനോട് പറയുക,
യോഹന്നാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ, നമുക്കറിയാലോ യേശുവിന്റെ ശിഷ്യന്മാരിൽ ചിലർ യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്നവരാ. അപ്പൊ യോഹന്നാൻ ആ ശീലം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെയും പ്രാർത്ഥിക്കാൻ പഠിക്കുക. അതുപോലെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് യേശു കർത്താവിനെ പോലെ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? കുറഞ്ഞ പക്ഷം ഈ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? ആ താല്പര്യം നമ്മളിലുണ്ടോ? ഇവിടെ നമുക്കറിയാം, പള്ളികളിലും തെരുക്കോണുകളിലും ഒക്കെ നിന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യം പോലെ ആൾക്കാരുണ്ട്. എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൽ എത്രത്തോളം നമുക്കുണ്ട്? നമ്മുടെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ? യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണല്ലോ ശിഷ്യന്മാർക്ക് അവരെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനുള്ള ആ പ്രേരണ അവരിൽ ജനിച്ചത്. അങ്ങനെ ഒരു ആവശ്യബോധം മറ്റുള്ളവരിൽ ജനിക്കത്തക്ക രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ എന്നാലേ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുകയാണോ? നോക്കണേ, അവര് യോഹന്നാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറയുക. ന്മാരെ പോലെ നമ്മളെയും യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവന്റെ അരികിൽ ഒന്ന് ചെല്ലാം. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. നമുക്കറിയാം, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ദൈവവിശ്വാസികളും പ്രാർത്ഥിക്കുന്നവരാ. എന്തിന്? ഏറ്റവും ചെറിയ കുട്ടിക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചിയെ അനുഗ്രഹിക്കണേ, പപ്പായെ അനുഗ്രഹിക്കണേ, ഡാഡിയെ അനുഗ്രഹിക്കണേ. ആ കുഞ്ഞിനും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശക്തനായ ദൈവപുരുഷന് പോലും പ്രാർത്ഥനയിൽ പ്രാവണ്യം നേടിയെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പലരുടെയും പ്രാർത്ഥനയിലെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് പ്രാർത്ഥനയാണോ അതോ കേൾവിക്കാരോടുള്ള പ്രസംഗമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. മറ്റു ചിലരാകട്ടെ ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ അങ്ങോട്ട് ഉദ്ധരിച്ചുകൊണ്ട് ദൈവം തമ്പുരാനെ പഠിപ്പിക്കുകയാണെന്ന് തോന്നും. ഈ വേദപുസ്തകം, തിരുവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയതാ. ഇത് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. ദൈവത്തിന് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമൊക്കെ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതൊരു വിമർശനമായി പറഞ്ഞ് നിങ്ങൾ അത് മനസ്സിലാക്കണം, അതിൻ്റെ വസ്തുത ഉൾക്കൊള്ളണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇവിടെ ശിഷ്യന്മാർ തങ്ങളുടെ അറിവുകേടുകളെ സമ്മതിക്കുക, അല്ലെ തങ്ങളുടെ പരിമിതികൾ, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് സമ്മതിക്കുക. ഒരു ഹംബിൾനെസ്, ഒരു ഹ്യൂമിലിറ്റി അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് അവരപേക്ഷിക്കുന്നത്, നമ്മൾക്കും അങ്ങനെ ഒന്ന് കർത്താവിൻ്റെ അരികിലോട്ട് ഇനി എന്ന് അങ്ങനെ ഒന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനാ ജീവിതത്തെ തീർച്ചയായും അത് രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ശരിയായ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുന്നതിന് ഈ മാതൃക പ്രാർത്ഥന നമ്മെ സഹായിക്കും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി ദൈവത്തിങ്കിലേക്ക് വരാനാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്ന ആ പ്രാർത്ഥന താൻ പഠിപ്പിക്കുമ്പോൾ. സ്വർഗസ്ഥനായ പിതാവേ എന്നത് ദൈവവുമായുള്ള നമ്മുടെ പ്രത്യേക ബന്ധത്തെ പ്രകടമാക്കുന്ന ഒരു വിളിനാമമാണ്. അക്കാലത്തെ യഹൂദന്മാർക്ക് ഈ ദൈവത്തെ പിതാവേ എന്നൊന്നും വിളിക്കാൻ പേടിയായിരുന്നു. കാരണം അത്രയ്ക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണ് അങ്ങനെ വിളിക്കാൻ കഴിയുള്ളൂ. അവരതിന് പകരം ലോഡ്, കർത്താവേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ പിതാവേ എന്നും പറഞ്ഞ് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ അവർക്ക് ഭയമായിരുന്നു എന്നുള്ളതാ. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് ആ ഒരു പ്രിവിലേജ് തന്നിരിക്കുക, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലാൻ. പഴയ നിയമത്തില് വളരെ അപൂർവമായിട്ട് മാത്രമേ പിതാവ് എന്നുള്ളൊരു സംബോധന പോലും നമ്മൾ കാണുന്നുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ചിലയിടത്ത് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്. എന്നാൽ യേശുവാണ് പിതാവേ എന്നർത്ഥമുള്ള അബ എന്ന അരാമയിക്ക് പദം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചത്. ദൈവം നമുക്കറിയാം, പ്രപഞ്ചത്തിന്റെ ശക്തനായ പരമാധികാരിയാ, സോവറിൻ ഗോഡാണ് ദൈവം.
എല്ലാം സൃഷ്ടിച്ചതും ഭരിക്കുന്നതും ന്യായം വിധിക്കുന്നതും അവനാണെന്ന് നമുക്കറിയാം. അതെല്ലാം സത്യമാണ്. എന്നാൽ മറക്കരുത്, ആ ദൈവം നമ്മുടെ പിതാവാണ്. അവൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സ്വർഗസ്ഥൻ എന്ന് പറയുമ്പോൾ നാം ദൈവത്തിന്റെ വിശുദ്ധിയെയും മഹത്വത്തെയും ആണ് വെളിപ്പെടുത്തുന്നതെന്ന് മറക്കരുത്. നോക്കണേ, യെശയ്യാവ് 6-ലും വെളിപ്പാട് 4-5 അധ്യായങ്ങളിലും ഈ സ്വർഗീയ സിംഹാസനത്തിന്റെ ഒരു ഹ്രസ്വ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, യെശയ്യാവ് കണ്ടത് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാ. അത് മാത്രമല്ല കണ്ടത്, അവിടെ ഇരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയെ പരിശുദ്ധൻ 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 എന്ന് സറാഫുകൾ ആർത്തുപാടുന്ന ദർശനമാ യോഹന്നാൻ കാണുന്നത്. ഇനി വെളിപ്പാടിലെ യോഹന്നാനോട് ചോദിച്ച യോഹന്നാൻ എന്തുവാ കണ്ടത്? ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യകാന്തം, പത്മരാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്, എന്നാ വിലയേറിയ രത്നങ്ങളാണ് എന്ന് നമുക്കറിയാം. അത് നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രൈസും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ യോഹന്നാന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ പ്രഭ കണ്ടപ്പം, ഇരിക്കുന്നവനെ കണ്ടിട്ടില്ല. കാരണം പൗലോസ് പറഞ്ഞത് നമുക്കറിയാമല്ലോ, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ അമർത്യതയുള്ള ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്വലിച്ചു പ്രകാശിക്കുന്ന, പൗലോസിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ പ്രഭയെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അത് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമാണെന്ന്. ഈ മഹത്വാനായ ദൈവത്തെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അവന്റെ അരികിലേക്ക് ചെന്ന് സ്വർഗത്തിലെ അപ്പച്ച എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുന്നത്. നിങ്ങൾ അതൊന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവി, ഈ ഒരു ബന്ധം നമ്മൾക്ക് ഉണ്ടാക്കി തന്നത് സ്വർഗീയ പിതാവ് തന്നെയാണെന്ന് അറിയണം. ഇബ്രായർ 2:10 അതേക്കുറിച്ച് പറയുന്നത്, സകലത്തിലും ലാക്കും കാരണഭൂതനുമായവൻ, അതായത് ദൈവം. ഇപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ദൈവത്തെക്കുറിച്ച് വേറൊരു പദമാണ്. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമാണെന്ന് തോന്നിയെന്ന. അനേക പുത്രന്മാരിൽ നമ്മളും പെടും. ആ രക്ഷാനായകനിൽ കൂടി ഇന്ന് പാട്ടിനിടയിൽ ബേബിച്ചൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞല്ലോ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ആ രക്ഷാനായകനിലൂടെ നമ്മളെയും മക്കളാക്കി തീർത്തു. ദൈവക്രോധാഗ്നിക്ക് ഇരയാകേണ്ടിയിരുന്ന നമ്മളുടെ സ്ഥാനത്ത് തൻ്റെ ഓമനകുമാരനെ പകരം നൽകി ക്രൂസിലെ പരമയാഗത്തിലൂടെ നമ്മൾക്ക് ഈ പദവി നേടിത്തന്നിരിക്കുക. അപ്പച്ച എന്ന് വിളിക്കാനുള്ള പദവി, സ്വർഗത്തിലെ അപ്പച്ച എന്ന് വിളിക്കാനുള്ള പദവി. വിശുദ്ധീകരിക്കുന്നവന്റെ പിതാവാണവൻ. ആരാ വിശുദ്ധീകരിക്കുന്നവൻ? യേശു കർത്താവ്. അവൻ അതുപോലെ തന്നെ വിശുദ്ധീകരിക്കുന്നവരുടെയും പിതാവായെന്നാണ് അവിടെ എബ്രായ ലേഖന കർത്താവ് പിന്നെയും പറഞ്ഞുകൊണ്ട് വരുന്നേ. നമുക്ക് വിശുദ്ധീകരിക്കുന്നവന്റെയും വിശുദ്ധീകരിക്കപ്പെടുന്നവന്റെയും പിതാവ് ഒരുവനല്ലോ എന്നവിടെ ചോദിക്കുക. തൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചവനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മളോടുകൂടിയാണല്ലോ പഠിപ്പിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് അവൻ നമ്മെ ഇനിയും അവിടുത്തെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് നാമെല്ലാം. അതുകൊണ്ട് ഉറപ്പോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് സ്വർഗീയ അപ്പച്ച, സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. നമ്മൾ അടുത്ത് ചെന്നിരിക്കുന്നത് സ്വർഗീയ പിതാവ് ആരാണെന്നുള്ള തിരിച്ചറിഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന മാറും. ആ ബന്ധം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി മാറ്റിക്കളയും. നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനയുടെ മുൻഗണന ആകെ മാറിക്കളയും. കർത്താവ് അവരോട് പറയുക, പ്രാർത്ഥിക്കുമ്പം, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ ഓടി വന്ന്, ഇപ്പോഴും തുടക്കത്തില് ഞാൻ ഒരു പ്രാർത്ഥനാ വാചകം ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം പറഞ്ഞല്ലേ നമ്മുടെ കാര്യങ്ങൾ. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിനെ സത്യത്തിൽ അവൻ്റെ സാന്നിധ്യബോധത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, പലപ്പോഴും സമയത്തിൻ്റെ പരിമിതി കൊണ്ടൊക്കെ നമ്മൾ എക്സ്ക്യൂസ് എടുക്കാറുണ്ടെങ്കിലും, പ്രയോറിറ്റി എന്തിനാ? നിന്റെ നാമത്തിന്, നിന്റെ രാജ്യത്തിന്, നിന്റെ ഇഷ്ടത്തിന്, ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം എന്തേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണെന്ന് പറയാൻ കാര്യം? കാരണം സ്വർഗത്തിൽ അനുസരണക്കേടില്ല, അനുസരണം കെട്ടവരുമില്ല. ദൈവത്തിന്റെ ഹിതത്തിന് അവിടെ തടസ്സങ്ങളില്ല. എന്നാൽ ഭൂമിയിലോ നമ്മളെ പോലെ അനുസരണം കെട്ടവരുണ്ട്, അനുസരണക്കേടുണ്ട്. ഇവിടെ അവന്റെ ഇഷ്ടത്തെക്കാൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. മനുഷ്യന്റെ പ്രാർത്ഥനകളെല്ലാം ഊന്നൽ നൽകുന്നത് അതിനല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ജാതിക്കാരും നാനാജാതിക്കാരും പ്രാർത്ഥിക്കുന്നവരാ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്നത്, ദൈവങ്ങളുടെ അടുത്തോട്ട് ചെല്ലുന്നത്? കാണിക്കയും എന്നാ പാരിതോഷികവും ഒക്കെ നൽകിക്കൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ടൊക്കെയാ ചെല്ലുന്നത്. ചിലയിടത്തൊക്കെ അതിനു വേണ്ടി കിട്ടുന്ന പണത്തിന്റെ കണക്ക് എണ്ണി തീർക്കാൻ പോലും പറ്റുന്നെന്നാ പറയുന്നത്. പക്ഷെ തങ്ങളുടെ ഇഷ്ടം സാധിക്കാനല്ലേ? നമ്മുടെ പ്രാർത്ഥനയിലെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെയല്ലേ? യേശു കർത്താവിടെ പഠിപ്പിക്കുന്നത്, യേശുവിൻ്റെ രാജ്യത്തിലെ പൗരന്മാരായ നമ്മൾ, സ്വർഗീയ പിതാവിൻ്റെ മക്കളായ നമ്മൾ, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സ്വതന്ത്രമായി കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി നമ്മൾ വാറിൻ്റെ കാര്യമൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. അത് മാറി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നമ്മൾ ആ ചിന്തയോടെ പ്രാർത്ഥിക്കുന്നേ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വേണമോ എന്ന് പരിശോധിക്കാൻ പ്രിയമുള്ളവരെ, ഇന്ന് മുതലെങ്കിലും കർത്താവ് പഠിപ്പിച്ചതുപോലെ ആ പ്രയോറിറ്റി മനസ്സിലാക്കി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഈ ഒരു ആത്മതലത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ സെക്കൻഡറി ആണെന്ന് നമുക്ക് ബോധ്യമാകുകയുള്ളൂ. സ്വർഗീയ കുടുംബവുമായുള്ള ബന്ധം വർദ്ധിക്കും തോറും നമ്മൾ ഇവിടെ സ്ഥിരവാസികളല്ല, പരദേശികളാണെന്നുള്ള ബോധ്യമുണ്ടാകും. ഭംഗിവാക്കിനൊക്കെ നമ്മളിത് പറയാറുണ്ട്. അതിൽ എത്രത്തോളം സീരിയസ് ആണ് നമ്മൾ ആ കാര്യത്തിൽ? ആണെങ്കിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാക്കാനല്ലേ നമ്മുടെ ആഗ്രഹം? അങ്ങനെയുള്ളവർക്കല്ലേ കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഭൗമിക ആവശ്യങ്ങളുടെ ലിസ്റ്റ് ചുരുങ്ങി അത് ദിനം പ്രതിയുള്ള ആവശ്യങ്ങളിലേക്ക് പരിമിതപ്പെടുത്തണമെങ്കിൽ ഈ ബോധ്യം നമ്മളെ ഭരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവ് പറഞ്ഞ പ്രാർത്ഥന പറയാൻ കഴിയുള്ളൂ. എന്താ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ.
ഒരു മാസത്തേക്ക് തരണമേന്ന് പോലും പറഞ്ഞില്ല, ഒരാഴ്ചത്തേക്ക് തരണമേന്നും പോലും പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞില്ല. കാരണം നാളത്തെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ലെന്നേ. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ലെന്നേ. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് സമയം നീണ്ടുപോകല്ലോ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഇവിടെയൊക്കെ എത്രയോ വേർപാടിൻ്റെ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. 34 വയസ്സ്, 41 വയസ്സ്, ഈ 50 വയസ്സിന് താഴെ തന്നെ എത്രയോ. ഞാൻ വയസ്സൊന്നും പരിമിതപ്പെടുത്തി പറയുകയല്ല. എന്നാൽ തിരുവചനം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവിടുത്തുകാരൻ അല്ലെന്നുള്ള ബോധ്യം അങ്ങനെ മരിക്കുന്നത് കൊണ്ട് മാത്രമല്ലുള്ളത്, നമ്മൾ എവിടുത്തുകാരെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാ, നമ്മുടെ ബന്ധം എവിടെയാണെന്നുള്ളത് കൊണ്ടാ. അത് ഞാൻ മുൻപേ പറഞ്ഞല്ലോ, സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ, സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടുത്തുകാരല്ലാതിരിക്കുന്നത്. നമ്മളിവിടെ സ്വർഗീയ വീട്ടിലേക്കുള്ള യാത്രയിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണല്ലോ കർത്താവ് വാഗ്ദത്തം ചെയ്ത് വെച്ച് പോയത്. പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലമൊരുക്കി മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവിനെ കാത്ത് യാത്ര തുടരുന്നവരാ നമ്മൾ. തുടർന്ന് അങ്ങോട്ട് അവിടെ വായിക്കുമ്പോൾ, അന്നുള്ള അപ്പത്തിൻ്റെ ആവശ്യകത പോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ പാപക്ഷമയുടെ ആവശ്യകതയും യഥാർത്ഥമാണെന്ന് കാണുക. പലപ്പോഴും ഭക്ഷണത്തിൻ്റെ ആവശ്യകത നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പാപക്ഷമയുടെ ആവശ്യകത അത് അനുഭവപ്പെട്ടാലും ഈ അനുഭവപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ശരീരത്തിൻ്റെ ആദ്യത്തെ ആവശ്യം അപ്പമായിരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് പാപക്ഷമയാണ്. ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു സത്യമിതാ. നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞതിൽ ഇത് ഇച്ചിരി സീരിയസ് ആയ കാര്യമാണ്. എന്താ? ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ അതിനു മുന്നമേ നാം നമ്മുടെ കടക്കാരോട് ക്ഷമിക്കണം. ഇവിടെ ലൂക്കോസ് എഴുതുമ്പം ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്നിട്ട് സെമിക്കോളനാ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. അപ്പം ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞേച്ചാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. മത്തായി ഇത് കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 6 അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. വളരെ ക്ലിയർ ആയിട്ട് അവിടെയും പറഞ്ഞു വരുമ്പോൾ കർത്താവ് ഒരു എക്സ്പ്ലനേഷനൂടെ 14 വാക്യത്തിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ എന്നിട്ട് പറയുന്നതാണ് 15 വാക്യം, മത്തായി 6:15. നിങ്ങളത് ശ്രദ്ധിക്കണേ ഗൗരവത്തോടെ. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. എനിക്കിവിടെ ഇരുന്ന് പ്രസംഗിക്കാം, വേവിച്ചമ്പ്രതന് മനോഹരമായി പാട്ടുപാടാം, വിനു ഇത് വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് നന്നായി നടത്തിക്കൊണ്ട് പോകാം. എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഈ ആത്മസംതൃപ്തിയോടെ ഒരു ദിവസം കർത്താവിൻ്റെ മുൻപിൽ പോയി നിൽക്കാം. ഇതുവരെയൊക്കെ അവിടെ വരെ ചെല്ലും. എന്നാൽ അവിടെ നിൽക്കുമ്പം ഇതൊന്നും അല്ല കർത്താവ് നമ്മളോട് ചോദിക്കുന്നേ. കർത്താവ് ഒറ്റ വാക്കി പറയും. എന്തോ പറയും? ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന്. അയ്യോ, കാരണം നമ്മൾ വായിച്ച വാക്യത്തിൽ അതാ പറഞ്ഞേ. മറ്റുള്ളവരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. നമ്മൾ ഈ യേശു കർത്താവ് പരമയാഗമായി നമ്മളെ ക്രൂശി രക്ഷിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ അറിവൊക്കെ നല്ലതാ. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ പാപക്ഷമ ലഭിക്കണമെന്നുണ്ടെങ്കിൽ
നാം ഈ പറഞ്ഞ കാര്യം ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗീയ കുടുംബത്തിലെ അംഗമാവുള്ളൂ. കാരണം പിതാവായ ദൈവം ക്ഷമിക്കാതെ സ്വർഗത്തിന്റെ കുടുംബത്തിന്റെ അംഗമാകാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ അപ്പച്ചാന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കറിയാലോ, ഇന്ന് പിള്ളേരൊക്കെ അങ്കിളെ അങ്കിളെ നമ്മളെ വിളിക്കാറില്ലേ? പ്രായമുള്ളവരെ അപ്പച്ച അച്ചായ എന്നൊക്കെ വിളിക്കാറില്ലേ? പക്ഷേ അതൊരു ബന്ധമാണോ? ഒരു പരിചയത്തിന്റെ പേരിൽ നാടിന്റെ നടപ്പനുസരിച്ച്, കൾച്ചർ അനുസരിച്ചൊക്കെ നമ്മൾ വിളിക്കുന്നതാ. എന്നാൽ ശരിക്കും ഗൗരവമേറിയ കാര്യം, നമുക്ക് ദൈവസന്നിധിയിൽ ആ ബന്ധമുണ്ടാകണമെങ്കിൽ, സ്വർഗീയ ബന്ധമുണ്ടാകണമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിനെ, നമ്മൾ പറഞ്ഞ ദൈവത്തെ, ദഹിപ്പിക്കുന്ന അഗ്നിയെ നമുക്ക് പിതാവായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പാപക്ഷമ ലഭിക്കണം. ഇവിടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ഏറ്റു പറയുക. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കാരോട്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യം കൂടിയായത്. ഒരിക്കൽ പാപക്ഷമ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നത് ചിലരോടെങ്കിലും ഇത് സംസാരിക്കുന്നുണ്ടാകും. നമുക്ക് പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? കർത്താവ് നമ്മളോട് ക്ഷമിക്കാതെ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തുടർന്ന് 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ രാത്രിയിൽ കുഞ്ഞുങ്ങളുമായി ഉറങ്ങിക്കിടന്ന ഒരാള് അർദ്ധരാത്രിയിൽ ആക്ച്വലി തൻ്റെ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുന്ന കഥയിലൂടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. സ്വർഗീയ പിതാവുമായുള്ള ബന്ധം സ്ഥാപിച്ച ഒരു ദൈവപൈതലിന് ഒരു സ്നേഹിതനോടെന്ന പോലെ ധൈര്യത്തോടും ലജ്ജ കൂടാതെയും അടുത്ത് എന്ന് പ്രാർത്ഥിക്കാമെന്നാണ് അത് പറഞ്ഞത്. ഞാൻ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു സ്നേഹിതനെ പോലെ, നേരത്തെ നമ്മൾ പിതാവിൻ്റെ അടുക്കൽ മക്കൾ എന്ന പോലാണെന്ന് പറഞ്ഞെങ്കിൽ സ്നേഹിതനെ പോലെയല്ല എന്നാ പറഞ്ഞേ. പിന്നെയും 11 മുതൽ 13 വരെ മറ്റൊരു ഉദാഹരണത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കാൻ പോകുന്ന മറുപടിയെക്കുറിച്ച് കർത്താവ് പറയുക. ദോഷികളായ മാതാപിതാക്കൾ എന്തുവാ, അവരുടെ കുഞ്ഞുങ്ങൾ വന്ന് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇനി മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അതിൻ്റെയൊക്കെ ആൻസർ ഇല്ല എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുക 13-ാം വാക്യത്തിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദോഷികളായ നിങ്ങൾ, നമ്മളൊക്കെ വലിയ ഗ്രേറ്റ് പേരൻസ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുക. കർത്താവ് നോക്കുമ്പം നമ്മളെല്ലാവരും ഒരുപോലെ ദോഷികളാ. ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ആരെങ്കിലും ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലായിക്കൂ, ദൈവവചനം നമ്മളെക്കുറിച്ച് പേരൻ്റൽ റിലേഷൻഷിപ്പിൽ അത്രേ പറയാൻ കഴിയുള്ളൂ, നമ്മൾ എന്തെല്ലാം ഒക്കെ ചെയ്തു വെച്ചാലും. എന്നാൽ കർത്താവ് അങ്ങനെയല്ല, സ്വർഗത്തിലെ അപ്പച്ചൻ അങ്ങനല്ല. എന്തോ പറയുന്നത് അവിടെ? തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. എനിക്കറിയാം, ഏറെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു കാര്യം. പ്രാർത്ഥിക്കും, എന്നാ യാചിക്കും, അന്വേഷിക്കും, കണ്ടെത്തും. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഈ ദോഷികളായ പേരൻസ് ചെയ്യുന്ന പോലെയല്ല സ്വർഗത്തിലെ അപ്പച്ചൻ. സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് ഏറ്റവും ബെസ്റ്റായതാ മറുപടിയായി തരുന്നത്. അതെന്തുവാ? പരിശുദ്ധാത്മാവിനെ. പ്രാർത്ഥനയിൽ നമ്മൾ നോക്കിയാൽ 3 തരത്തിലുള്ള ആൻസർ കാണാം. യെസ്, നോ ഓർ വെയിറ്റ്. ഈ 3-ലേതിലും ഒന്നായിരിക്കും പ്രാർത്ഥനയുടെ റിസൾട്ട്. എന്നാൽ യെസ് ആയാലും നോ ആയാലും കാത്തിരിക്കുക, വെയിറ്റ് എന്നുള്ള മറുപടി ആയാലും അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ സ്വീകരിക്കുവാൻ നമ്മുടെ സ്വയം കൊണ്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഭരിച്ചില്ല എങ്കിൽ, നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തില്ല എങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യുവാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, എത്രയോ പേര് ജീവിതത്തിൽ നോ എന്ന ആൻസർ കേട്ട് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നു. ഉദാഹരണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. എത്രയോ പേര്
ജീവിതത്തിലെ കാത്തിരുന്നു മടുത്ത് വിശ്വാസം വിട്ടു പോയിരിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസപ്രദനാണ്, നമ്മുടെ വഴികാട്ടിയാണ്, സത്യത്തിന്റെ വഴികാട്ടിയാണ്, നമ്മളെ ശക്തീകരിക്കുന്നവനാണ്, നമ്മളെ നിലനിർത്തുന്നവനാണ്. ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന റിപ്പോർട്ട്, മെഡിക്കലി നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട് ഡോക്ടേഴ്സ് പറയട്ടെ, സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകട്ടെ, ഏതെങ്കിലും ജോലിയിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ. നമുക്കറിയാമോ ഇപ്പോഴുള്ള യുദ്ധം അതെങ്ങോട്ട് പോകും, ഒരു ലോകീയ മഹായുദ്ധമായി തീരുമോ എന്ന് പോലും നമ്മൾക്കറിയത്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി അങ്ങനെയായാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന, നമ്മളെ നിത്യതയ്ക്കായി ഒരുക്കി സ്വർഗീയ വീട്ടിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോട് കൂടിയിരിക്കേണ്ടതിന് അവൻ അയച്ചു തന്നിരിക്കുകയാണ്. ആ ഒരു വലിയ പ്രത്യാശയോടെ വരും ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നടത്തുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകളോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം താൻ നീക്കി രക്തത്തിനാ ദൈവകുഞ്ഞാക്കി ആത്മാവിനാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും കുരിശും. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിച്ചു താ, നിത്യതയോളം സ്നേഹിക്കും താ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും.